ഈ സഭയുടെ ഈ കാലഘട്ടത്തിലൊരു പ്രത്യേക ദിനമായിരുന്നു ഇത്. നമുക്കറിയാം, സാർവത്രിക സഭയിൽ പുതുമയുള്ളൊരു കാര്യമായിരുന്നു ബെനഡിക്റ്റ് മാർപ്പാപ്പ ഒരു സ്ഥാനത്യാഗം ചെയ്യുക എന്നുള്ളത്. അതേ വഴിയിൽ തന്നെയാണ് മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സ്ഥാനത്യാഗം ചെയ്തിരിക്കുകയാണ്. അത് എന്തുകൊണ്ടാണ് എന്ന് അദ്ദേഹം പരിമിതമായ വാക്കുകളിൽ ഇപ്പോൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ സഭയിലും സമൂഹത്തിലും പ്രകാരമാണ് അദ്ദേഹം പ്രവർത്തിച്ചതെന്ന്. നിർണായകമായ പ്രവർത്തനങ്ങൾ നടത്തി. അതും സീറോ മലബാർ സഭയുടെ തെരഞ്ഞെടുപ്പിലൂടെ മേജർ ആർച്ച് ബിഷപ്പായ അദ്ദേഹം വളരെ വേഗത്തിൽ അതിശക്തമായി സഭയെ നയിച്ചു എന്നതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. നമുക്കറിയാം, സാർവത്രിക സഭയിൽ ഏറ്റവും വൈബ്രൻ്റായൊരു സഭയുടെ എല്ലാ നന്മകളും നിരവധി പുതിയ രൂപതകൾ, പുതിയ സംവിധാനങ്ങൾ. ഇന്ന് കുര്യ ചാൻസലർ ബഹുമാനപ്പെട്ട അബ്രഹാം കാവൽപ്പുഴച്ചൻ പത്രക്കുറിപ്പിൽ വളരെ മനോഹരമായിട്ട് അത് വിശദീകരിച്ചിട്ടുള്ളതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അപ്പോൾ ഈ സഭയ്ക്ക്, അതും സീറോ മലബാർ സഭ ലോകത്ത് സാർവത്രിക സഭയിൽ ഏറ്റവും വൈബ്രൻ്റായ സഭ എന്ന നിലയിൽ ഏറ്റവും സജീവമായ ഒരു കാലഘട്ടമായിരുന്നു എന്നത് നമുക്ക് സംശയമില്ലാതറിയാം. ആലഞ്ചേരി പിതാവ് മേജർ ആർച്ച് ബിഷപ്പ് ആകുന്നതിന് മുമ്പ് ഈ സഭയുടെ വിവിധ മേഖലകളിൽ സെക്രട്ടറി എന്ന നിലയിൽ, മതബോധന കമ്മീഷൻ്റെ ടെക്സ്റ്റ് തയ്യാറാക്കിയ ആളെന്ന നിലയിൽ, തക്കലയിലെ ബിഷപ്പ് എന്ന നിലയിലൊക്കെ എല്ലാവർക്കും സ്വീകാര്യനായിട്ടാണ് അദ്ദേഹം സഭയിലേക്ക് വരുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ എത്രയോ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി നടന്നു, നിർണായകമായ പദ്ധതികൾ നടന്നു. ഇപ്പോൾ മൗണ്ട് സെൻറ്റ് തോമസിലേക്ക് വരുന്ന ആൾക്കാർക്ക് അതിൻ്റെ മുഖച്ഛായയും പ്രതിച്ഛായയും അദ്ദേഹം മാറ്റി. അതുകൊണ്ട് ഈ സഭയെ, സാർവത്രിക കത്തോലിക്ക സഭയിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു സഭയായിട്ട് നയിക്കുവാനായിട്ട് ആലഞ്ചേരി പിതാവിന് സാധിച്ചു. അദ്ദേഹം ഇപ്പോൾ സ്ഥാനത്യാഗം ചെയ്തതിൻ്റെ കാരണങ്ങൾ നമുക്ക് അദ്ദേഹം പരിമിതമായ വാക്കുകളിൽ പറഞ്ഞു. അത് നമുക്കിനി കൂടുതൽ അദ്ദേഹത്തിൽ നിന്ന് അറിയുവാനായിട്ടുള്ള അവസരങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിലുണ്ട്. നമുക്കറിയാം, അദ്ദേഹം വിശുദ്ധ കുർബാന ഏകീകരണം, ഒരു സഭയിൽ ഒരു ഭരണക്രമവും ഒരു കുർബാന ആരാധനക്രമവും നിർബന്ധമായിട്ടുണ്ടായിരിക്കേണ്ടതാണ്. എല്ലാ സഭയിലും അങ്ങനെയാണ്, എല്ലാ സമുദായത്തിലും അങ്ങനെയാണ്. അപ്പം ഏതാണ്ട് 1/4 നൂറ്റാണ്ടായിട്ട് ആഗ്രഹിക്കുന്നൊരു കാര്യം നടപ്പാക്കാനായിട്ട് അദ്ദേഹം സാധിച്ചു. ഒരു രൂപതയിൽ കുറച്ച് വൈദികർ മാത്രം അതിനോട് വിഘടിച്ച് നിൽക്കുന്നു ഇപ്പോഴും. അതിൻ്റെ വേദന അദ്ദേഹത്തിനും സാർവത്രിക സഭയ്ക്കുമുണ്ട്. പരിശുദ്ധ പിതാവ് ഇന്നിറക്കിയ ആ സർക്കുലറിൽ പറയുന്നുണ്ട്. അപ്പോൾ സാർവത്രിക സഭയുടെ അധ്യക്ഷനായ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിട്ട് പോലും നടക്കാത്ത ഒരു കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വേദന വളരെ വലുതാണെന്നാണ് ഞാൻ കരുതുന്നത്. എന്നോടൊപ്പം സീറോ മലബാർ സഭയുടെ കമ്മീഷൻ്റെ വിവിധ സെക്രട്ടറിമാർ ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴൊക്കെ സഭയുടെ വലിയ മുന്നേറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ, സാധ്യതകളെക്കുറിച്ച് പറയുമ്പോൾ വളരെ അഭിമാനത്തോടെയാണ് പിതാവിന് എല്ലാവരും എടുത്തു പറയുന്നത്. അപ്പോൾ ഈ കുർബാനക്രമം എറണാകുളം രൂപതയിൽ നടപ്പാക്കാനായിട്ട് പൂർണ്ണമായി നടപ്പാക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം പരിശുദ്ധ പിതാവിനുണ്ട്, ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കുണ്ട്, സാർവത്രിക സഭയ്ക്കുണ്ട്, സീറോ മലബാർ സഭയ്ക്കുണ്ട്, സിനഡിനുണ്ട്, എറണാകുളം രൂപതയിലെ മുഴുവൻ വിശ്വാസികൾക്കുണ്ട്. എന്തുകൊണ്ടോ കുറച്ച് വൈദികർക്ക് അതിനോട് വിഘടിച്ച് നിൽക്കുകയാണ്. അത് മാറും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഒരു കുടുംബത്തിൽ നന്മ ആഗ്രഹിക്കുന്ന ഏതൊരു പിതാവും മക്കളുടെ വളർച്ചയും താല്പര്യവും തറവാടിൻ്റെ നന്മയുമായിരിക്കും ആഗ്രഹിക്കുക. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിനേക്കാൾ ഒരുപക്ഷെ അദ്ദേഹം ഒന്ന് സ്ഥാനത്യാഗം ചെയ്യുന്നതുകൊണ്ട് ഈ തറവാടിന്, ഈ സഭയ്ക്ക്, ഈ സീറോ മലബാർ സഭയ്ക്ക് അല്ലെങ്കിൽ എറണാകുളം അതിരൂപതയ്ക്ക് ഏറെ നന്മകൾ ഉണ്ടാകുമെങ്കിൽ ഉണ്ടാകട്ടെ എന്ന അദ്ദേഹത്തിൻ്റെ വിശുദ്ധ മനസ്സിൻ്റെ ഒരു സൂചനയായിട്ടാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞല്ലോ, അദ്ദേഹം സ്ഥാനത്യാഗത്തിൻ്റെ കത്ത് കൊടുത്തത് 2 വർഷം മുമ്പ് കൊടുത്തതാണ്. 2019 കൊടുത്തു. അന്ന് അത് പരിശുദ്ധ പിതാവ് അംഗീകരിച്ചില്ല, സീറോ മലബാർ സിനഡ് അംഗീകരിച്ചില്ല. അതിനുശേഷവും പിതാവ് ഈ പ്രതിസന്ധികളൊന്നും വകവച്ചിട്ടില്ല. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ ലോകം മുഴുവൻ സഞ്ചരിച്ചു. പിതാവ് സാർവത്രിക സഭയിൽ എത്രയോ കമ്മീഷൻ അംഗമാണ്, ഇപ്പോഴും KCBCയുടെ അധ്യക്ഷനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിന് ഒരു തടസ്സവും ഉണ്ടായില്ല. അദ്ദേഹം മടിച്ചില്ല, മാറി നിന്നില്ല. അപ്പോൾ അദ്ദേഹം ഒരുപക്ഷെ എന്തുകൊണ്ടാണ് സ്ഥാനത്യാഗത്തിലൂടെ ബെനഡിക്റ്റ് മാർപ്പാപ്പ എന്തുകൊണ്ടാണ് സ്ഥാനത്യാഗത്തിലൂടെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വഴിയൊരുക്കിയത് എന്ന് നമുക്കറിയാം. പിൽക്കാലത്ത് ബെനഡിക്റ്റ് പിതാവ്, പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പിതാവിന് എത്രയോ പിന്തുണ കൊടുത്തു. അതുകൊണ്ട് തീർച്ചയായിട്ടും ആലഞ്ചേരി പിതാവ് സാർവത്രിക സഭയിലെ കർദിനാളാണ്. അദ്ദേഹം എല്ലാ കമ്മീഷനിലും ആഗോള സഭയിലുണ്ട്. സീറോ മലബാർ സഭയുടെ നേരിട്ടുള്ള ഭരണക്രമത്തിൽ നിന്നും അദ്ദേഹം താൽക്കാലികമായി വിരമിക്കുന്നു എന്നതല്ലാതെ ഒരുപക്ഷെ ഈ സഭയുടെ പാത്രിയാർക്കീസ് എന്ന പദവി ഉയർക്കുമ്പോൾ ഇന്ന് പത്രപ്രവർത്തകർ ചോദിച്ചില്ലേ, അദ്ദേഹം തന്നെയാകും എന്നതിന് സംശയം എന്താ? ഈ സഭയ്ക്ക് അദ്ദേഹത്തോട് പൂർണ്ണ വിധേയത്വം ഉണ്ടല്ലോ. ഇവിടുത്തെ സിനഡ് സമ്പൂർണ്ണമായി അദ്ദേഹത്തിൻ്റെ പിന്നിൽ ശക്തമായി ഉറച്ചു നിൽക്കുകയല്ലേ. വിശ്വാസികൾ മുഴുവൻ അദ്ദേഹത്തോടൊപ്പമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, പ്രാർത്ഥന പരിശുദ്ധ പിതാവ് സന്തോഷത്തോടെ അംഗീകരിക്കുമ്പോൾ സഭയിലൊരു സംവിധാനത്തിൽ എന്തെങ്കിലും നന്മയോ മാറ്റമോ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും സീറോ മലബാർ സഭയുടെ പ്രവർത്തനത്തിൽ പിതാവ് വലിയ മുന്നേറ്റം നടത്തി, വലിയ പുരോഗതി നടത്തി. ഇനിയും പിതാവിന്
ഈ സിനഡിനെ അല്ല സഭയെ നയിക്കുവാനായിട്ട് കഴിയും. സ്ഥാനത്യാഗം ചെയ്ത പിതാവ് മെത്രാത്ത് ബിഷപ്പ് പദവിയേക്കാൾ ശക്തനായിരിക്കും. അദ്ദേഹത്തെ നമ്മളറിയാം, നമ്മൾ മെത്രാത്ത് ബിഷപ്പ്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. വിശുദ്ധിയും വിശ്വാസവും വിവേകവും തീർച്ചയായിട്ടും പിതാവ് അപ്രകാരമുള്ള ഒരു സഭയുടെ പ്രാർത്ഥനയിലൂടെ ഈ സഭയെ നയിക്കും. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും പങ്കാളിത്തവും ഒക്കെ സഭയുടെ എല്ലാ മേഖലയും തുടർന്നും ലഭിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് മാധ്യമപ്രവർത്തകരും മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ പിതാവിനെ ഇന്നും സ്നേഹിക്കുന്നുണ്ട്. ഇന്നും പിതാവിൻ്റെ അവരുടെ ഹൃദയങ്ങളിലുണ്ട്. സഭയുടെ ഏറ്റവും ശക്തനായ ആത്മീയ നേതാവായി പിതാവ് എന്നും ഉണ്ടാവും, ഒരു സംശയമില്ല.